പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഹാവൻസ് ഓഫ് ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വളരെ രുചികരമായൊരു ചിക്കൻ റോസ്റ്റാണ്. അതിന് നമുക്കൊരല്പം ചിക്കൻ എടുത്ത് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരക പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം അതിനാവശ്യമായ ഉപ്പും ചേർത്ത് നമുക്കിത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ ചിക്കൻ പീസ് അതിലേക്ക് പെറുക്കിയിടാം. ഇതൊരു ഷാലോ ഫ്രൈ മതി, കാരണം നമ്മളിതിന് ശേഷവും നമ്മളിത് വേവിച്ച് ഇനി എടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നിങ്ങൾക്കിതിൻ്റെ വേവ് മനസ്സിലാവും ഞാൻ എത്രത്തോളമാണ് വേവിച്ചെടുക്കുന്നത്. അത്രയൊക്കെ മതി നമുക്കിതിൻ്റെ വേവ്. അതിനുശേഷം അതിലേക്ക് തന്നെ ഒരല്പം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതിനേക്കാൾ ഒരല്പം കുറവ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഒരു കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നമുക്കിത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ചിക്കന് സവാള അത്രത്തോളം ചേർക്കാമോ അത്രത്തോളം ടേസ്റ്റിയാണ്. സവാള ചേർത്ത് ഇത് ഒന്ന് അതിൻ്റെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഞാൻ പിരിയമുളകും കൂടി ചേർത്താണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് നല്ല രീതിയിൽ അതൊന്ന് ഡ്രൈ ആയി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഈ കറിക്ക് ആവശ്യമായി തക്കാളിയും ഇതൊക്കെ ഇട്ടതിന് ആവശ്യമായ കുറച്ചും കൂടി ഉപ്പ് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 തക്കാളി, ഒരു 2-3 പച്ചമുളകും കൂടി ചേർത്ത് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇത് വെന്തുടയണ്ട, കാരണം നമ്മളിനി ചിക്കൻ ഇട്ടിത് വേവിക്കാനുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് അത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം, കാരണം ഒത്തിരി വേണ്ട, ഒരല്പം വെള്ളം ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടി മാത്രം, അത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സിമ്മിൽ വെച്ച് ഒരു 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ആ തക്കാളിയൊക്കെ ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ അതൊന്ന് മിക്സായി വരെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ചിക്കൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ രുചികരമായ ചിക്കൻ ഇവിടെ റെഡിയായി. തക്കാളിയൊന്നും നമ്മൾ ഉടച്ചു കൊടുത്തിട്ടില്ല, ഇതിൽ തന്നെ കിടന്ന് എണ്ണ തെളിഞ്ഞ് അത് വറ്റി വന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. നമ്മുടെ രുചികരമായ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.